തിരുമിറ്റക്കോട് പഞ്ചമൂർത്തി ക്ഷേത്രം, പട്ടാമ്പി. 108 വൈഷ്ണവ തിരുപ്പതികളിൽ ഒന്നായ ഈ ക്ഷേത്രം പട്ടാമ്പിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കുലശേഖര ആഴ്വാറാൽ മംഗലാശാസനം ചെയ്ത് ഈ ക്ഷേത്രത്തിൽ ഭാരതത്തിൻ്റെ നാനാദേശങ്ങളിൽ നിന്നും ഇന്നും ധാരാളം വൈഷ്ണവർ ദർശനത്തിനായി എത്താറുണ്ട്. ദുർവാസാവ മഹർഷിയുടെ പരീക്ഷയിൽ നിന്നും മോചനം നേടുവാൻ അംബരീക്ഷ ചക്രവർത്തിയെ അനുഗ്രഹിച്ച ഭഗവാനാണ് ഇവിടെ. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശിവന്റെ ക്ഷേത്രം കാണാം. അതിൽ തന്നെ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. അതേ ക്ഷേത്രത്തിൻ്റെ ഇടത്തെ നടയിൽ നകുല സഹദേവന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് പോകുമ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നാഗപ്രതിഷ്ഠ, വടക്ക് ഭാഗത്ത് ഭീമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഷ്ണുവിൻ്റെ ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിന് വടക്കുഭാഗത്തും കിഴക്കുഭാഗത്തും ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങുവാൻ പടവുകളുമുണ്ട്. കിഴക്കേ നടയിലെ ബലിക്കല്ലും കഴിഞ്ഞ് നാലമ്പലത്തിൽ പ്രവേശിച്ചാൽ കാശി വിശ്വനാഥരെ ദർശിക്കാം. പണ്ട് ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണൻ കാശിയിൽ വിശ്വനാഥ ദർശനം കഴിഞ്ഞു വരുമ്പോൾ മഹാദേവൻ ഓലക്കുടയിൽ കൂടെ എഴുന്നള്ളി വന്നു എന്നുള്ള ഒരു ഐതിഹ്യവുമുണ്ട്. മഹാദേവനെ പ്രദക്ഷിണം ചെയ്ത് നേരെ പിറകുവശത്ത് എത്തിയാൽ അവിടെയുള്ള മറ്റൊരു നാലമ്പലത്തിന് അകത്തായാണ് വിഷ്ണുവിൻ്റെ പ്രധാന പ്രതിഷ്ഠ. അതായത് മഹാദേവന്റെ ശ്രീകോവിലിന് പിറകിൽ മറ്റൊരു നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിൽ മഹാവിഷ്ണുവിൻ്റെ അതിമനോഹരമായ ദർശനം ലഭിക്കുന്നു. ഇത് അർജുനനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതായി കരുതുന്നു. കരിങ്കൽ കൊണ്ടും പണിതതാണ് ഇവിടുത്തെ നാലമ്പലം. 2 ക്ഷേത്രങ്ങൾക്കും നമസ്കാര മണ്ഡപങ്ങളില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കുലശേഖര ആഴ്വാർ പാടിയ മംഗലാശാസനം ഇവിടെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പുറത്ത് ശാസ്താവിനും ഗണപതിക്കും വേദവ്യാസർക്കും വേണ്ടി ഒരു ഉപക്ഷേത്രവും കാണാം. തൊട്ടടുത്ത് ധർമ്മപുത്രാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഷ്ണു ക്ഷേത്രവും കാണാം. ഭഗവാനിന് ഉയ്യവന്ത പെരുമാൾ എന്നും ഭഗവാന്റെ തിരുമാലിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിക്ക് പത്മപാണി തായാർ, വിധുവക്കോട്ടുവള്ളി തായാർ എന്നും തിരുനാമമുണ്ട്. ശ്രീകോവിലിന് തപ്തകാഞ്ചന വിമാനം എന്നു പേരുണ്ട്. പണ്ഡിതന്മാർ ധാരാളം ഉള്ളയിടം എന്നർത്ഥത്തിലും വിദ് അറിയേണ്ടത് എന്താണോ അതുകൂടി കൊള്ളുന്ന ഇടം എന്നർത്ഥത്തിലും തിരുവിത്തക്കോട് ആണ് പിന്നീട് തിരുമിറ്റക്കോടായി മാറിയത്. നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.